മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. നിഖിൽ, നമ്മൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു എക്സ്പയറി ഡേ ആണ്. 24,800 എന്നുള്ള ഒരു നില സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. കാര്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ സ്വീകരിക്കാൻ കഴിയാതെയുള്ള ഒരു വിപണിയുടെ പെർഫോമൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ IT ഏറ്റവും അധികം എടുത്തു പറയണം, ഒരു സപ്പോർട്ട് നൽകുന്നുണ്ട്. ടോപ്പ് ഗെയിനർ പട്ടികയിലെ ആദ്യത്തെ 3 സ്റ്റോക്കുകളും IT-യിൽ നിന്നുള്ളത് തന്നെയാണ്. മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് ഈ മിനിറ്റിൽ? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റിയിലേക്ക് തന്നെ ആദ്യം വരികയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഏകദേശം ഒരു 0.5% മുകളിലുള്ള ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി സൂചിക്ക് സാധിക്കുന്നുണ്ട്. നിലവിൽ 24,840 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50-ൽ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ്ഡ് ഡിക്ലൈൻ റേഷ്യോയിൽ നിലവിൽ ഇപ്പോൾ 30 ഓഹരികൾ ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 20 ഓഹരികൾ ഇടിവിൽ തുടരുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്ക് ഇപ്പോൾ നിലനിൽക്കുന്നത്. 54,217 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി ബാങ്ക് നിൽക്കുന്നു. 3 ബാങ്കിങ് ഓഹരികൾക്ക് മാത്രം നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമ്പോൾ 9 ബാങ്കിങ് ഓഹരികൾ നിലവിലെ ഒരു ഇടിവ് തന്നെയാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. നിഫ്റ്റി 50-ലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിഫ്റ്റി 50 ഇപ്പോൾ കൃത്യമായിട്ട് മുൻപോട്ട് നയിക്കുന്നത് IT ഓഹരികൾ തന്നെയാണ് എന്നാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക. അതിൽ തന്നെ ഇൻഫോസിസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം ഒരു 3.25% ഒരു നേട്ടമുണ്ടാകുന്നു. വിപ്രോയിലേക്ക് വരികയാണെങ്കിൽ 2.25% മുകളിലുള്ള ഒരു നേട്ടത്തിലെത്തുമ്പോൾ ടെക് മഹീന്ദ്രയ്ക്കും ഏകദേശം 2% ഉള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഫാർമ കമ്പനിയായിട്ടുള്ള ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിൻ്റെ ഓഹരികൾ 1.25% മുകളിലും ഏഷ്യ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം 1% ഉള്ളൊരു നേട്ടം നിലനിർത്തുന്ന ഒരു കാഴ്ചയാണ് നിഫ്റ്റി 50-ൽ നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഇടിവ് നേരിടുന്ന ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഇറ്റേണലിനെ സംബന്ധിച്ചിടത്തോളമാണ് ഇത് തിരിച്ചടി ഉണ്ടാകുന്നത്. ഏകദേശം 1.25% ഉള്ളൊരു ഇടിവ് ഇറ്റേണൽ ഓഹരി നിലവിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. കൂടാതെ ശ്രീറാം ഫിനാൻസ് പരിശോധിക്കുമ്പോൾ 0.25%, മഹീന്ദ്രയുടെ ഓഹരികളിലും മറ്റൊക്കെ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിലേക്കും ഇന്നിപ്പോൾ കടന്നിരിക്കുന്നു. ഏകദേശം 0.5% ഒരു ഇടിവാണ് ദിവസങ്ങൾ നിലനിർത്തുന്ന ഒരു റാലിക്ക് ശേഷം ഇന്നിപ്പോൾ മഹീന്ദ്രയിലും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇന്നിപ്പോൾ വിപ്രോയിലും മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടെങ്കിലും ബ്രോക്കറേജസുകളുടെയും ഒരു വ്യൂവിലേക്കൊക്കെ കടക്കുകയാണെങ്കിൽ അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ അല്ല വിപ്രോയിൽ നിലവിലിപ്പോൾ സിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു സെൽ റേറ്റിംഗ് തന്നെയാണ് സിറ്റി ഇപ്പോഴും വിപ്രോയിൽ നൽകിയിരിക്കുന്ന റെക്കമെൻഡേഷൻ. അതായത് മാക്രോ തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഹെഡ്വിൻസ് ഒന്നും തന്നെ ക്ലിയർ ആയിട്ടില്ല. അവയൊക്കെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്നു. കാര്യമായിട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു റിവൈവൽ, അതായത് ഡിസ്ക്രിഷണറി സ്പെൻഡിങ്ങും മറ്റൊക്കെ വർദ്ധിക്കുന്നതിലും മറ്റൊക്കെ IT-ലും മറ്റൊക്കെ ഒരു റിവൈവൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതൊന്നും ഇതുവരെ മെറ്റീരിയലൈസ്ഡ് ആയിട്ട് കണ്ടിട്ടില്ല എന്നൊരു നിരീക്ഷണമാണ് ഇപ്പോൾ സിറ്റി നടത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വാർട്ടറിലെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിലും അത്ര മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ബുക്കിംഗ്, അത് പുതിയ ഓർഡറുകളും മറ്റൊക്കെ നേടുന്നതിലും മറ്റൊക്കെ വിപ്രോയുടെ ഭാഗത്ത് നിന്ന് മറ്റൊക്കെ മികച്ച രീതിയിലൊരു പെർഫോമൻസും മറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഡിമാൻഡൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ഡിമാൻഡ് ട്രിഗറായിരുന്നു കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. പുതിയ ഡീലുകൾ പരിശോധിക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ നേരിടേണ്ടി വരുന്നു ഈ ഒരു IT സെഗ്മെൻറ്റിൽ നിന്നുണ്ട് എന്ന്. IT സെഗ്മെൻറ്റിൽ വലിയ രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളതും വിപ്രോയ്ക്ക് ഇപ്പോൾ തിരിച്ചടിയാകുന്നുണ്ട്. കൂടാതെ വാല്യുവേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ സിറ്റി ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഹൈലി വാല്യുവേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് വിപ്രോ ഇപ്പോഴും നിൽക്കുന്നത്. ഈ ഒരു കാര്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് നിലവിലിപ്പോൾ വിപ്രോ സിറ്റിക്ക് ഒരു സെൽ റേറ്റിംഗ് തന്നെ നൽകിയിരിക്കുന്നത്. എന്നാലും ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ട്രേഡിംഗ് ദിനത്തിൽ വളരെ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം ഒരു 50 പോയിന്റുകളുടെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 54,235 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിൽ ഒരു ട്രേഡിംഗ് നടക്കുന്നത്. നിഫ്റ്റി ബാങ്കിൽ നിന്നും നിലവിലിപ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഓഹരിക്ക് ഏകദേശം 1% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുമ്പോൾ HDFC ബാങ്ക് 0.5% മുകളിലും കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഓഹരികൾ 0.25% മുകളിലുമുള്ള ഒരു നേട്ടം രേഖപ്പെടുന്നു. ബാക്കിയുള്ള ബാങ്കിങ് ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിലും, കൂടാതെ ആക്സിസ് ബാങ്കിൻ്റെയും മറ്റൊക്കെ ഓഹരി നോക്കുമ്പോൾ 0.5% ഒരു ഇടിവുണ്ടാകുന്നു. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് നോക്കുകയാണെങ്കിൽ 0.5% മുകളിൽ ഏകദേശം 0.5% ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവാണ് AU സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. നിലവിലെ സെക്ടേഴ്സിൻ്റെ ഒരു പ്രകടനം കൂടി പരിശോധിക്കുകയാണെങ്കിൽ സെക്ടറുകളുടെ ഭാഗത്ത് നിന്ന് ഭൂരിഭാഗം സെക്ടറുകൾക്കും ഒരു പോസിറ്റീവിൽ എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ഓട്ടോ ഇന്നിപ്പോൾ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നു. ഇന്നലത്തെയൊക്കെ ഒരു മികച്ച ഒരു പെർഫോമൻസിന് മറ്റൊക്കെ ശേഷമുള്ള ഒരു പ്രതികരണം മാത്രമായിരിക്കാം നിഫ്റ്റി ഓട്ടോയിലെ ഈ ഒരു ഇടിവ്. നിഫ്റ്റി IT ആണ് ഇന്നിപ്പോൾ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് കാഴ്ചവെക്കുന്നത്. ഏകദേശം 2% മുകളിലുള്ളൊരു നേട്ടം നിഫ്റ്റി IT-യുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. നിഫ്റ്റി IT കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിഫ്റ്റി മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം
ഏകദേശം 0.5% ഉള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഫാർമ ഓഹരികൾക്കും ഇന്നൊരു മികച്ച ഒരു ദിനമാണ്. ഫാർമ സൂചിക തന്നെ ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിഫ്റ്റി IT നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ITയിൽ നിന്ന് ഇൻഫോസിസും മറ്റൊക്കെ ഒരു മികച്ച ഒരു നേട്ടം നിലനിർത്തുന്നുണ്ട്. കൂടാതെ പെർസിസ്റ്റന്റ് സിസ്റ്റം, കൊഫോർജിൻ്റെ ഓഹരികൾ, എംഫസിസ് എന്നീ പറയുന്ന ഓഹരികൾക്കൊക്കെ തന്നെ ഒരു നേട്ടത്തിലെത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. കൊഫോർജ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഏകദേശം 1.5% മുകളിലും, പെർസിസ്റ്റന്റ് സിസ്റ്റം 1.5%, എംഫസിസിൻ്റെ ഓഹരിയൊക്കെ തന്നെ ഏകദേശം 1.25% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. കൂടാതെ L&T ടെക്നോളജി സർവീസസിലേക്ക് വരികയാണെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ട്രേഡിംഗ് തന്നെ L&T ടെക്നോളജി സർവീസസിലും ഉണ്ടാകുന്നു. നിഫ്റ്റി മീഡിയ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു 0.5% ചേർന്ന് നിൽക്കുന്ന രീതിയിൽ 1627 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി മീഡിയ സൂചികയിൽ ഒരു ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓഹരികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ സൺ ടിവിയുടെ മറ്റൊക്കെ ഓഹരികൾ ഏകദേശം 0.25%ഉള്ളൊരു നേട്ടം ഉണ്ടാകുന്നു. ടിപ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കാൻ ടിപ്സ് ഇൻഡസ്ട്രീസിനും സാധിക്കുന്നുണ്ട്. ഏകദേശം 1.25% ഒരു നേട്ടം ടിപ്സ് ഇൻഡസ്ട്രീസ് രേഖപ്പെടുത്തുമ്പോൾ PVRന്റെ ഓഹരികൾ 1.25% മുകളിലുള്ളൊരു നേട്ടം നിലനിർത്തുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. ജാസ്മിൻ, അവസാനമായിട്ട് വിപണിയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു നേട്ടം നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കുള്ള ഒരു ട്രേഡിംഗ് ആണ് ജാസ്മിൻ ഈ നിമിഷം ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.